ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ്. നമ്മുടെ ഡൈവേഴ്സ് എംപ്ലോയ്മെന്റ്, തൊഴിൽ വൈവിധ്യങ്ങൾ നമ്മുടെ പബ്ലിക് ലൈവ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ മക്കൾ പഠിക്കേണ്ട ഒന്നാണ് എന്താണ് തൊഴിൽ അല്ലെങ്കിൽ എന്താണ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാലും. ഓക്കെ, എന്താണ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്? യെസ്, ഒരു വ്യക്തി ഒരു പേഴ്സൺ എന്താണ് ഫിസിക്കലി, ശാരീരികമായോ അല്ലെങ്കിലോ ഇന്റലക്ച്വലി എന്ന് പറയുമ്പോൾ ഭൗതികമായോ ബുദ്ധിപരമായോ ചെയ്യുന്ന പ്രവർത്തനമാണ്. എന്തിനു വേണ്ടിയിട്ട്? വരുമാനത്തിന് വേണ്ടിയിട്ട്, ഫോർ ഇൻകം അല്ലെ, ഇൻകത്തിന് വേണ്ടിയിട്ട്. അപ്പൊ എന്താണ് വരുമാനത്തിനായ ഒരു വ്യക്തി കായികമായോ ശാരീരികമായോ പിന്നെയോ യെസ് ബുദ്ധിപരമായോ അല്ലെങ്കിൽ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ തൊഴിൽ എന്ന് വിളിക്കുന്നത്. എംപ്ലോയ്മെന്റ് ഇസ് ദ വർക്ക് ഡൺ ബൈ എ പേഴ്സൺ ഫിസിക്കലി ഓർ ഇന്റലക്ച്വലി ഫോർ ഇൻകം. ഇതിന് റിവാർഡായിട്ട് എന്താ കിട്ടുക? ഒന്നുകിൽ ദിവസക്കൂലിക്കൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് വേജസ് അല്ലെ, കൂലി ആയിട്ടായിരിക്കും കിട്ടുക. അല്ലാണ്ട് ചെയ്യുന്നവർക്ക് യെസ് മന്ത് എൻഡ് കിട്ടുന്നവരുണ്ടാവില്ലേ, അപ്പൊ അതെന്താണ്? സാലറി അല്ലെ, ശമ്പളമായിട്ടാണ് കിട്ടുക. ഓക്കെ, ഒരുപാട് എന്താണ് വരുമാന സ്രോതസ്സുകൾ ഉണ്ട് അല്ലെ. എന്തൊക്കെയാണ് വരുമാന സ്രോതസ്സുകൾ? നമുക്ക് എന്താണ്? യെസ്, പീപ്പിൾ അറൗണ്ട് ഏൺ ഇൻകം ത്രൂ ഡിഫറെന്റ് സോഴ്സസ്. ലൈക്ക് ഒരുപാട് സ്രോതസ്സുകളിലൂടെ എന്താണ് ആളുകൾ പൈസ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ദേ ഗെറ്റ് ഇൻകം ഫ്രം അഗ്രികൾച്ചർ. ചിലപ്പോൾ കൃഷിയായിരിക്കും, കൃഷിയിൽ നിന്ന്, ബിസിനസ്സിൽ നിന്ന്, ബാങ്ക് ഡെപ്പോസിറ്റിലെ നമ്മളൊരു തുക ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമുക്ക് ഇൻട്രസ്റ്റിലെ പലിശ ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ എന്താണ് ഒരുപാട് വരുമാന സ്രോതസ്സുകൾ ഉണ്ട് അല്ലേ. അപ്പൊ എൻ്റെ മക്കളോട് ചിലപ്പോൾ എക്സാമിന് ഇതാണ് ചോദിക്കുക. അപ്പൊ നിങ്ങൾ എന്താണ് ഫില്ല് ചെയ്ത് കൊടുക്കുക അല്ലെ. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പൊ അഗ്രികൾച്ചറിലൂടെ നമുക്ക് എന്താ കിട്ടുക? കൃഷിയിലൂടെ നമുക്ക് വിള കിട്ടൂലേ. അപ്പൊ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ നെല്ല് കൃഷി ചെയ്യുക, ആ സമയത്ത് നമുക്ക് എന്താണ് ആ അരി കിട്ടൂലേ, അത് നെല്ല് കുത്തി കിട്ടൂലേ. അപ്പൊ അതെന്താണ് നമ്മൾ മാർക്കറ്റിൽ പോയി കിട്ടിയാലല്ലേ നമുക്ക് പൈസ കിട്ടുക. അപ്പൊ അഗ്രികൾച്ചറിലൂടെ നമുക്ക് ക്രോപ്പ് കിട്ടുന്നു അല്ലെ. എന്താണ്? കൃഷിയിലൂടെ നമുക്ക് എന്താണ് വിള കിട്ടുന്നു. തൊഴിൽ അല്ലെ, എംപ്ലോയ്മെന്റിലൂടെ നമുക്ക് എന്താ കൈ കിട്ടുന്നത്? സാലറിയോ അല്ലെങ്കിലോ വേജസോ അല്ലെ. എന്താണ് കിട്ടുക? യെസ്, വേജസോ സാലറി അല്ലെങ്കിൽ കൂലി അല്ലെങ്കിൽ ശമ്പളമായിരിക്കും കിട്ടുക. ദെൻ ബിസിനസ്സിലൂടെ നമുക്ക് എന്താണ് പ്രോഫിറ്റ് കിട്ടും, ലാഭം കിട്ടും. അതുപോലെ ബാങ്ക് നിക്ഷേപത്തിലൂടെ മിസ് പറഞ്ഞു നേരത്തെ അല്ലെ, പലിശ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മൾ എന്തെങ്കിലും അസറ്റ് അല്ലെ, നമ്മൾ എന്തെങ്കിലും അസറ്റ്സ് ഒക്കെ ആസ്തികളൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് റെന്റ് ഒക്കെ കിട്ടും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകൾ. അവരെന്തായാലും എൻ്റെ മക്കൾ പഠിക്കണ്ടല്ലേ, എന്തായാലും പഠിക്കണ്ട കേട്ടോ. ഇനി മറ്റൊന്നാണ് പേഴ്സണൽ ഇൻകം അല്ലെ. പേഴ്സണൽ ഇൻകവും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻകം എന്ന് പറയും. പേഴ്സണൽ ഇൻകത്തിന് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻകം എന്നാട്ടോ പറയാ. ഫാമിലി ഇൻകം എന്താണെന്ന്, അപ്പൊ എന്താ നമ്മൾ നോക്കേണ്ടത്? ഇതാണ് പേഴ്സണൽ ഇൻകം ഒരു വ്യക്തിക്ക്. അപ്പൊ മിസ്സിന് മിസ് ടീച്ചറാണല്ലേ, മിസ്സിന് ഇത് കൂടാതെ എനിക്ക് ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട്, എനിക്ക് ബിസിനസ് വേറെ ഉണ്ട്. അപ്പൊ ഒരു വ്യക്തിക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ഒരു നിശ്ചിത കാലയളവിലേക്ക് ലഭിക്കുന്ന ആകെ വരുമാനത്തെയാണ് എന്ത് വിളിക്കുന്നത്? വ്യക്തിഗത വരുമാനം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ പേഴ്സണൽ ഇൻകം, ഇൻഡിവിജ്വൽ ഇൻകം എന്നൊക്കെ വിളിക്കുന്നത്. മനസ്സിലായോ? അതായത് ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഫ്രം വാരിയസ് സോഴ്സസ് ഓഫ് ഇൻകം ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരീഡ് അല്ലെ. ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഒരു വ്യക്തിക്ക് ഡിഫറെന്റ് സോഴ്സ് അല്ലെ, വാരിയസ് സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെയാണ് നമ്മൾ പേഴ്സണൽ ഇൻകം അല്ലെങ്കിൽ വ്യക്തിഗത വരുമാനം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതുപോലെ ഫാമിലി ഇൻകം യെസ്, ഫാമിലിയിലെ എല്ലാ അംഗങ്ങൾക്കും ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന തുക. ഓക്കെ, ഇപ്പൊ മിസ്സിന് കിട്ടുന്നതാ, ഇതിപ്പോ മിസ്സാണ്, മിസ്സിന് കിട്ടുന്നത്, മിസ്സിന്റെ സിസ്റ്ററിന് കിട്ടുന്നത്, മിസ്സിന്റെ അച്ഛനും അമ്മയ്ക്കും കിട്ടുന്നില്ലേ. അപ്പൊ എല്ലാവർക്കും ഒരു പർട്ടിക്കുലർ പീരീഡ് അല്ലെ, ഒരു സെർട്ടൈൻ ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ തുകയാണ് ഫാമിലി ഇൻകം, കുടുംബ വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റായി പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് പഠിക്കണ്ടേ. അപ്പൊ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ മതി. നമ്മുടെ ബാച്ചിന്റെ പേരെന്താണ്? പൃഥ്വി ബാച്ചാണ്. നിങ്ങൾ താഴെ കാണുമ്പോൾ നമ്മളിലേക്ക് കോൺടാക്ട് ചെയ്ത് പെട്ടെന്ന് നിങ്ങൾ നമ്മളെ ബാച്ചിലേക്ക് വാ, നമുക്ക് സെറ്റാക്കി പഠിക്കാം. ഓക്കെ.